ഞാൻ കണക്കല്ലെന്ന് പറഞ്ഞാട്ടെ. കണക്കാ? എന്ത് കണക്ക്? ഞാൻ എനിക്ക് 20,000 രൂപ വെച്ചിട്ട് എല്ലാ മാസം വീട്ടുകാരെ പൈസ എടുത്തില്ലേ, അത് എങ്ങനെയല്ല ചെലവാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നീ കണക്കൊന്നും പറയില്ലെന്ന്. അതിനൊന്നും കണക്ക് പറയണ്ട, അതെല്ലാം ആ മാസം തന്നെ ചെലവാവൂലേ? അതിൽ 100 രൂപ പോലും ബാക്കിയില്ലേ? അപ്പൊ കണക്ക് പറ എങ്ങനെയല്ല ചെലവായി. ഓ, നിങ്ങൾ എന്നോട് കണക്ക് ചോദിക്കല? എന്റെ അടുത്തല്ലേ ഞാൻ പൈസ തരുന്നത്, അപ്പൊ എന്നോട് തന്നെയല്ലേ കണക്ക് ചോദിക്കണ്ടേ? 5000 രൂപക്ക് അരി സാധനങ്ങളെല്ലാം മേടിച്ച്, പിന്നെ പച്ചക്കറി മീനെല്ലാം 3000 രൂപക്ക് മേടിച്ച്, പിന്നെ 2000 രൂപക്ക് പാല് തൈര് അതെല്ലാം മേടിച്ച്. അപ്പൊ 10,000 രൂപ. അപ്പം ബാക്കി 10,000 രൂപ ഇനിയും 10,000 ഉണ്ടാ? അത് കറണ്ട് ബില്ല്, വൈഫൈ, EMI അതെല്ലാം ഞാൻ അകറ്റി. ഓ, അതെല്ലാം നിങ്ങളെ കെട്ടീനല്ലേ? അതെ. നിങ്ങളെന്ന് ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എന്താ കട്ടെടുക്കറ്റം ചെയ്യുന്നുണ്ടാ? നിങ്ങളിങ്ങനെ ചോദിക്കുന്നതേ ശരിയല്ല. നീ എന്നെ പറ്റിക്കുന്നുണ്ടല്ലേ? എന്ത് പറ്റിക്കാന്? ആ 10,000 രൂപ വെച്ചിട്ട് ഞാൻ എന്താ ബിൽഡിംഗ് കെട്ടാൻ പോകുന്നുണ്ടാ? എന്റെ ഫോൺ കാണിച്ചാ ഗൂഗിൾ പേ എത്ര ബാലൻസ് ഉണ്ടോ? 30,000 രൂപ ഞാനിങ്ങ് എടുക്കുന്നുണ്ട് കേട്ടാ. അതെങ്ങനെ നിങ്ങൾ എടുക്കല്? ഇത് എന്റെ പൈസയല്ലേ? എന്റെ പൈസയാ? എന്റെ പൈസ കട്ടെടുത്തല്ലേ? എങ്ങനെയാ കട്ടെടുത്തെന്ന് പറയാ? നിങ്ങൾ എനിക്ക് തന്ന പൈസയിൽ നിന്ന് ഞാൻ മിച്ചം വെച്ചതല്ലേ? കൂട്ടി വെക്കുന്നു. നിന്റെ എന്നോട് പറഞ്ഞ നീ ഇനി മുതൽ നിങ്ങൾ എനിക്ക് പൈസ തരണ്ട. ഞാൻ മോനെ നോക്കൂല, വീട്ടിലത്തെ പണിയെടുക്കൂല, ഒന്നും ചെയ്യില്ല. ഒരു വേലക്കാരനെ പോലെ പണിയെടുക്കുന്നത് ഞാൻ നിർത്തി. ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ ആരും എന്നോട് ഒരു കണക്കും ചോദിക്കൂലേനും. എന്റെ ഉപ്പ ഇത്ര വർഷമായിട്ട് 1 രൂപ പോലും എന്നോട് ഇതുവരെ കണക്ക് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്റെ പ്രശ്നങ്ങളൊന്നും അറിയണ്ടല്ലോ, നിങ്ങൾക്ക് പൈസയല്ലേ മുഖ്യം. അപ്പൊ നിങ്ങൾക്ക് ഈ പൈസ വേണ്ടാലോ? എനിക്ക് എന്റെ പൈസ ഒന്നും വേണ്ട. ഞാൻ എനിക്ക് തരുന്ന പൈസ എനിക്ക് തികയുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വേണ്ടി വരുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ എന്നോട് കണക്ക് ചോദിച്ചെന്ന്. റഫീക്ക, പൈസ തികയുന്നില്ല. ഞാനിത് എങ്ങനെയല്ലോ എടുത്തു വെക്കുന്നത്. അടുത്ത മാസം മുതൽ കുറച്ച് കൂട്ടി തരണേ. നീ ഈ പൈസ എല്ലാം കൂട്ടി വെച്ചിട്ട് എന്താ ചെയ്യുന്നു? എനിക്കാണെങ്കിൽ നീ ഒന്നും മേടിക്കുന്ന കാണുന്നില്ലല്ലോ. എനക്കൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പൈസേന്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എന്റെ കൈമ നിങ്ങൾക്ക് പൈസ എടുത്ത് എനിക്കത് ഭയങ്കര സന്തോഷം. ശരി, അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കുന്നതിന് മുമ്പ് ഓടിക്ക് പൈസയും കൊണ്ട്.